കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് വീണ്ടും കർത്താവിനെ ആരാധിക്കുവാനായിട്ട് നമ്മളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്കവിടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ആത്മാർത്ഥതയോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ കർത്താവിനെ നമുക്ക് ഇന്ന് പകൽക്കാലം പാടി നമുക്ക് ആരാധിക്കാം. ആരാധനയ്ക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും സ്തോത്രത്തിനും യോഗ്യനായ കർത്താവിനെ ഹല്ലേലൂയ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ കരങ്ങളെ അടിച്ച് പാടി നമുക്ക് കോയറിനോട് ചേർന്ന് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ കരത്തിലേക്ക് പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ച് എന്റെ ഭാഗത്ത് നിന്ന് ഒരുമിച്ച് ഇതിലേക്ക് നടന്നു വന്നു. പൂർണ്ണ ഹൃദയത്തോട് മുഴുവൻ ഹൃദയത്തോടെ കർത്താവിനെ ഒന്ന് പുകയ്ക്കുവാൻ, കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ, കർത്താവിനെ ഒന്ന് ആരാധിക്കുവാൻ, കർത്താവിന്റെ കരത്തിലേക്ക് ഒന്ന് സമർപ്പിക്കുവാൻ. എല്ലാ പ്രശംസയ്ക്കും
നിങ്ങളുടെ അകത്ത് പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്ത് ഇരിക്കുന്നുണ്ട്. ആ ദൈവസ്ഥാനത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾ പാടുന്ന ഓരോ പാട്ടിന്റെ വരികളും നിങ്ങളുടെ അകത്തെ മനസ്സിലേക്ക് നിങ്ങളുടെ ഇന്നർമാനിലേക്ക് കടന്നു ചെന്ന് അത് നിങ്ങളെ കൊടുവാനുകയാണ്. ഇതുപോലെ കാലം വീണ്ടും കർത്താവിന്റെ പിന്നിലുള്ള കാര്യങ്ങളിൽ വീണ്ടും മനസ്സിൽ ആരാധനയുള്ളത് കർത്താവിന് കൊടുക്കേണ്ടതാണ്. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നമ്മളെ വഴി നടത്തിയതായ കർത്താവ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധങ്ങളിൽ ജനവേദനയിലൂടെയും ഭാരത്തിലൂടെയും മരണഭയത്തിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മളെ സുരക്ഷിതരായി സൂക്ഷിക്കുന്ന കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് ഇന്ന് പകരം നമുക്ക് അവനെ ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഏത് സാഹചര്യങ്ങളിലും ആരാധിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ പ്രത്യേകത. ഇന്ന് പകരം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവിന്റെ കൊടുക്കേണ്ട ആരാധന നമുക്ക് നടത്തിക്കാം. ആരാധന എന്നുള്ളത് ഒരിക്കലും നമ്മുടെ ബുദ്ധി അടഞ്ഞ് ചെയ്യേണ്ട ഒന്നല്ല. ഇന്ന് പകരം ആരാധനയ്ക്ക് യോഗ്യമായവൻ നീ ആയിരിക്കുന്ന മുറിക്കകത്ത് ഇറങ്ങി നിൽക്കുന്നു. നിന്റെ നാവിന്റെ പുറത്തേക്ക് ഒഴുകുന്ന ആരാധനയുടെ സ്തുതിയുടെ സ്തോത്രത്തിന്റെ ശബ്ദങ്ങൾ നിന്റെ ആരാധനയ്ക്ക് യോഗ്യനായ ക്രിസ്തുവിന്റെ അവൻ ഹൃദയത്തെ അത് സ്പർശിക്കുന്നുണ്ടോ, അവനത് പ്രസാദിക്കുന്നുണ്ടോ എന്നുള്ള ബോധ്യത്തോടുകൂടെ ഒരു വകലവനത്തിൽ നമ്മൾ തന്നെ ആരാധനയായി അർപ്പിക്കണം. ഈ ആരാധനയ്ക്ക് തൊട്ട് പരിശുദ്ധാത്മാവിന്റെ തിരുവനന്തപുരമായിരിക്കും വ്യത്യസ്തമായെങ്കിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാൻ കഴിയും. ഇത് പകലിൽ നിങ്ങളായിരിക്കും
കുഞ്ഞുങ്ങളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ തുടർന്ന് ചില പാട്ടുകൾ ചേർന്ന് കരങ്ങളെ അടിച്ച് ശക്തിയോടുകൂടെ പാട്ടിന്റെ പള്ളിയിൽ നിങ്ങൾ ചേർന്ന് പാടുമ്പോൾ അവൻ അന്യഭാഷയോട് ചേർന്ന് അവൻ കർത്താവിനോട് സംസാരിച്ചുകൊണ്ട് കോയറിനോട് ചേർന്ന് പൂർണ്ണമായ ചില നിമിഷങ്ങൾ കൂടെ അതിന്റെ കരങ്ങളെ ശക്തി കർത്താവിനെ പാടി ആരാധിക്കും. ചേർന്ന് ഹല്ലേലൂയ
ദൈവത്തിൽ കഥാപാത്രമുണ്ട്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വ്യക്തിയാണ്. തന്റെ പേര് പത്തനക്കാർക്ക് പറയുന്നത് പത്തനംതിട്ട തന്നിൽ കൊടുത്ത വിടുതൽ പിന്നീട് അവളുടെ ജീവിതത്തിന്റെ അവസാനം വരെ അവൾ അതിന്റെ കർത്താവിന് പകരം കൊടുത്തത് ആരാധനയായിട്ടാണ്. ആ സഹോദരങ്ങളെ വ്യക്തി നോക്കിയാണ് അവൾ സാഹചര്യങ്ങളെ നോക്കത്തില്ല. അവളുടെ ചുറ്റും ആരംഭിക്കുമെന്നോ ചുറ്റും ആരാണ് വന്നിരിക്കുന്നതെന്നോ എന്താണ് ചുറ്റുമുള്ളവർ പറയുന്നത് ഒന്ന് അവൾ ചിന്തിക്കത്ത് പോലുമില്ല. അവൾക്ക് യേശുവിനെ കിട്ടിയ സമയങ്ങളിലെല്ലാം അവന്റെ മുൻപിൽ അവൾ ആരാധന അർപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ യേശുവിനെ ആരാധിക്കുന്നത്? അവൾക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, അധികം വിളച്ചിരിക്കുക. ഞാൻ ആ ദൈവത്തെ നിങ്ങൾ നോക്കിയിട്ട് ചെമ്മലുകൾ കഴിഞ്ഞപ്പോൾ അവളുടെ ഭവനത്തിൽ അവൾ പൂർണ്ണമാശ്രയമായിരുന്നു. അവളുടെ സഹോദരൻ മരിച്ചുപോയി. ആ നഷ്ടം അവൾക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. യേശുവിനെ സ്നേഹിക്കുന്ന ഭവനത്തിൽ ഉണ്ടായ നഷ്ടം അവർക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. എന്നാൽ നിങ്ങൾ ആ വചനം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലവണ്ണം അറിയാം. നിങ്ങൾ നോക്കിയിട്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് അവിടെ വന്ന് ലാസറായിരുന്ന കല്ലറയിൽ കൊണ്ട് അവരെ അവിടെ നിന്ന് ഉയർത്തിച്ചു. മറിയോട് നിങ്ങൾ ചോദിച്ചു, മറിയ നീ ആരാധിച്ചത് എന്തിനു വേണ്ടിയാണ്? ചില നാളുകൾ കഴിയുമ്പോൾ നിന്റെ സഹോദരൻ മരിച്ചു പോകുമെന്നും അവൻ കല്ലറയിലാകുമെന്നും നാലാം നാൾ യേശു വന്നവനെ ഉയർപ്പിക്കുമെന്നുള്ള ചിന്തയോടെയാണ് നീ ആരാധിച്ചത്. അവരുടെ ഒരിക്കലുമല്ല. എന്റെ ശീലമാണ് അവനെ ആരാധിക്കാവുന്നത്. കാരണം ഞാൻ എന്തായിരുന്നു എന്നും ഇപ്പോൾ ഞാൻ എന്താണെന്നുള്ളതും എനിക്ക് നല്ലവണ്ണം അറിയാം. എന്റെ പകലിൽ യേശുവിനെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ആരാധിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ. ജനങ്ങളിൽ ഞാൻ ആരാധിക്കുന്നു. ഇപ്പോൾ ഞാൻ ആരാധിക്കുന്നു, ഞാൻ എന്തായി തീരുന്നു എന്നുള്ള ചിന്ത നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാര ഭാഷ ോട് പറയുവാനുണ്ട്. യേശുവിനോട് പറയുവാനുണ്ട്. ആ മുഖത്തിലേക്ക് നോക്കി
പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ആമേൻ. നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ, ആരാധനയുടെ സൗരഭ്യം അനുഭവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ഇന്ന് പകൽ ആരാധനയുടെ ആ സാന്നിധ്യത്തിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ ആമേൻ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവിൻ്റെ അഭിഷിക്തൻ തുടർന്നുള്ള സമയങ്ങൾ തിരുവചനത്തിൽ നിന്നും നമ്മളോട് സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. നമുക്കാവശ്യമായ ദൈവത്തിൻ്റെ വചനങ്ങൾ പരിശുദ്ധാത്മാവിൽ കർത്താവിൻ്റെ അഭിഷിക്തൻ ശുശ്രൂഷിക്കും. വളരെ ആഗ്രഹത്തോടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ വിശുദ്ധ പകൽക്കാലം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയുടെ മധ്യത്തിൽ നിങ്ങളോട് ഒരുമിച്ച് തിരുവചനവുമായി നിൽക്കുവാൻ കർത്താവ് തന്ന നല്ല കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ലോക്ക്ഡൗണിലാണ്. ഒത്തിരി പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ക്രിസ്തുവിലാണ്. ഏത് പ്രതിസന്ധികളെയും നമ്മൾ മറികടക്കുന്നത് ക്രിസ്തുവിൻ്റെ കൃപയാലത്രേ. ആകയാൽ നിങ്ങളുടെ അകത്ത് വിശ്വാസത്തിൻ്റെ ഓരോ അംശവും വർദ്ധിച്ച് വിശ്വാസത്തിൻ്റെ ഓരോ കണികകളും വർദ്ധിച്ച് ആ ഗ്രാഫ് ഉയരത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമെങ്കിൽ ഒരു വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറയാം. ഈ ലോക്ക്ഡൗൺ, ഈ പ്രശ്നങ്ങൾ നമ്മളെ തൊടുകയില്ല. സ്തോത്രം. എന്തിനാണ് പിന്നെ ഈ ലോക്ക്ഡൗൺ? ഈ ലോക്ക്ഡൗൺ എല്ലാം കൊണ്ടും നല്ലതാണ്. എല്ലാം കൊണ്ടും നമുക്ക് പണിയപ്പെടാൻ, നമ്മെ ഒരുക്കിയെടുക്കുവാൻ ഇതിടയായി തീരട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ ആശംസിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആസ് എ പാസ്റ്റർ, ആസ് എ മിനിസ്റ്റർ, എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്കിത് ഒത്തിരി ബെനിഫിറ്റായിരുന്നു. എനിക്ക് ഒത്തിരി ബെനിഫിഷ്യലായി തീർന്നു. കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഈ സമയങ്ങളിൽ എനിക്ക് പ്രാർത്ഥിപ്പാൻ, തിരുവചനവുമായി ഇരുപ്പാൻ, കർത്താവിൻ്റെ ശബ്ദം പഴയതിനേക്കാൾ അധികമായി കേൾക്കുവാൻ എനിക്കിടയായി തീർന്നു. ഞങ്ങൾക്ക് ദൈവദാസന്മാർക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ ഒക്കെ കർത്താവ് ഇത് ഇടയാക്കി തീർത്തു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒത്തിരി സാക്ഷ്യങ്ങൾ, ഒത്തിരി അനുഭവങ്ങൾ കേൾക്കുവാനിടയായി. കുടുംബമായിട്ട് ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ വർദ്ധിച്ചു, ആരാധന വർദ്ധിച്ചു, ഭാര്യയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞു, ഭർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞു, കുഞ്ഞുങ്ങളുമായിട്ടുള്ള കൂട്ടായ്മ ലഭിച്ചു, മാതാപിതാക്കളുമായിട്ടുള്ള കൂട്ടായ്മ ലഭിച്ചു, സഹോദരങ്ങളുമായിട്ടുള്ള കൂട്ടായ്മ ലഭിച്ചു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഹല്ലേലൂയ. ഇത് നമുക്ക് വേണ്ടി ഒരുക്കിയ സമയമാണ്. ആരാധനയ്ക്ക് വരാൻ കഴിയുന്നില്ല, ശരിയാണ്. ഒരുമിച്ച് സഭാ കൂട്ടായ്മ നടക്കുന്നില്ല, ശരിയാണ്. അത് ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ കുടുംബത്തിനകത്തെ കൂട്ടായ്മ വർദ്ധിക്കുമ്പോൾ ആരാധനയ്ക്കകത്തെ ശക്തി വ്യാപരിച്ചിരിക്കും. ഞാൻ ആ പദം നിങ്ങളോട് ഒരുമിച്ച് ഒന്നുകൂടെ പറയട്ടെ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പനായി പറയട്ടെ. കുടുംബത്തിനകത്തെ ആരാധനയും പ്രാർത്ഥനയും സ്നേഹവും ഐക്യതയും വർദ്ധിക്കുമ്പോൾ ലോക്ക്ഡൗണിന് ശേഷം നമ്മൾ കൂടി വരുമ്പോൾ ശക്തമായ ദൈവ സാന്നിധ്യം കൂട്ടായ്മയ്ക്കകത്ത് വ്യാപരിച്ചിരിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആകയാൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാൻ ദൈവം സഹായിച്ചതിനായി നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടർന്നുള്ള എല്ലാ മാധ്യമങ്ങളുടെയും ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ച് പ്രാർത്ഥിച്ച അനേകർക്ക് വിടുതലും ആശ്വാസവും എന്ന് കേൾപ്പാൻ ഇടയാക്കിയതിനായി സ്തോത്രം. പ്രാർത്ഥന ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കരയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദുഃഖം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കരയുന്നവരോട് കൂടെ കരയുക, വിഷമിക്കുന്നവരോട് കൂടെ വിഷമിക്കുക, അവർക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഇടിവിൽ നിൽക്കുക. പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ അനോയിന്റ് ചെയ്തിരിക്കുന്നു, അഭിഷേകം ചെയ്തിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തിൻ്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കണം എന്ന നമ്മുടെ അകത്തളത്തിൽ പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും ആഴത്തിൽ കോറിയിട്ട് സംസാരിക്കുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രവേശിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർമാനമായി ചിന്തിച്ച വേദഭാഗത്തു നിന്ന് തന്നെ വീണ്ടും ചിന്തിക്കുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ആ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചതാണ്. വീണ്ടും നിങ്ങളോട് ആ ഭാഗത്ത് നിന്ന് ഒന്ന് പറയുന്നത്, പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ച ഒരു വിശ്വാസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർ സാക്ഷ്യം പ്രാപിച്ച വിശ്വാസം എന്ത് വിശ്വാസമാണ്? എവിടെയൊക്കെയോ നമ്മുടെ വിശ്വാസത്തിന് പലപ്പോഴും സാക്ഷ്യം ലഭിക്കുന്നില്ല. എവിടെയൊക്കെയോ നമ്മുടെ വിശ്വാസത്തിനകത്ത് ഒരു ഇൻകംപ്ലീറ്റ്, ഒരു പൂർണ്ണതയില്ലായ്മ നമ്മൾ അനുഭവിക്കുന്നു. എവിടെയൊക്കെയോ നമ്മൾ ലാഗ് ചെയ്യുന്നു, എവിടെയൊക്കെയോ നമ്മളിൽ കുറവ് അനുഭവിക്കുന്നു.
ചോദിക്കുന്നു, എന്നെ കേൾക്കുന്ന പ്രിയരെ, വിശ്വാസത്തിനകത്തൊരു കുറവുണ്ടാകരുത്. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് 17-ാം അധ്യായം അതിൻ്റെ 5, 6, 7 വാക്യങ്ങളിൽ ആമേൻ ശിഷ്യന്മാർ പറയുന്ന ഒരു പദമുണ്ട്, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണം. ഈ കാലഘട്ടത്തിൽ ഒന്ന് ആഴമായി പറയാം, നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ അസോസിയേറ്റഡായി വർക്ക് ചെയ്യുന്ന അഭിഷക്തന്മാരുമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒരു പദമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു ചിന്തയാണ്, ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ പണം ആവശ്യമാണ്. ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ പണം ആവശ്യമാണ്. പണത്തിൻ്റെ കുറവാണ് പലപ്പോഴും നമ്മുടെ ബുദ്ധിമുട്ടുകളെ ഒക്കെ ആയിട്ട് നമ്മൾ പോകുന്ന. പണത്തിൻ്റെ ലഭ്യതക്കുറവ്, പണമില്ലായ്മ, ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങളെന്നൊക്കെ നമ്മൾ അതിനെ പറയുന്നു. ലോകത്തിൽ ജീവിപ്പാൻ പണം ആവശ്യമാണെങ്കിൽ ഒരാത്മീയന് ഈ ലോകത്തിൽ ജീവിക്കാൻ പണമല്ല ആവശ്യം, ഈ ലോകത്തിൽ ജീവിക്കാൻ അവന് വിശ്വാസം ആവശ്യം. ഞാൻ ആ പദം ഒന്നുകൂടെ ചേർത്ത് പറയാം. ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് പണം ആവശ്യമാണ്. ലോകത്തിലെ മുഴുവൻ വ്യക്തിക്കും പണം ആവശ്യമാണ്. പക്ഷെ ഒന്ന് ഞാൻ ആഴത്തിൽ പറയട്ടെ, നിങ്ങൾക്ക് ഒരാത്മീയന് ഈ ലോകത്തിൽ ജീവിക്കാൻ പണമല്ല ആവശ്യം, വിശ്വാസം ആവശ്യം. വിശ്വാസമുള്ളവൻ്റെ പുറകെ പണം വന്നിരിക്കും. അതാണ് 23-ാം സങ്കീർത്തനം പറയുന്നത്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, അത് ദൈവം നമ്മെ നിറച്ചിരിക്കും. വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി അത് കാക്കയിലൂടെ ആണെങ്കിലും ദൈവം പുലർത്തും. വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി മരുഭൂമിയിൽ 100 മേനി ഫലം കൊടുപ്പാൻ എൻ്റെ ദൈവത്തിനറിയാം. അപ്പോൾ വിശ്വാസത്തിൻ്റെ ആഴം, വിശ്വാസത്തിൻ്റെ ഉറപ്പ്, വിശ്വാസത്തിൻ്റെ ധൈര്യം അകത്തേറ്റെടുക്കുന്ന ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നിങ്ങൾ കടന്നു പോകേണ്ടതെന്ന് വിശ്വാസത്തിലൂടെയാണ്. ജീവിക്കേണ്ടത് വിശ്വാസമാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു പദമുണ്ട്, ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ. അതെ, കാണുന്നതിനെ നോക്കി ജീവിക്കുന്നവനല്ല ഭക്തൻ. അവൻ കാണാത്ത കാര്യങ്ങളെ നോക്കിയാണ് ജീവിക്കുന്നത്. ഞാനും നിങ്ങൾ നിത്യത കണ്ടിട്ടുണ്ടോ? നിത്യത കണ്ടിട്ടില്ല. പക്ഷെ നിത്യത ഉണ്ടോ? ഉണ്ട്. ഞാൻ ജീവിക്കുന്നത് അതിനു വേണ്ടിയാണ്. എൻ്റെ ലക്ഷ്യം നിത്യതയാണ്. ഈ ലോകത്തിലെ മെറ്റീരിയലിൽ ലഭിക്കുന്ന ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ്ങിൻ്റെ പുറകെ, ഒരു അനുഗ്രഹത്തിൻ്റെ പുറകെയല്ല, ഒരാത്മീയൻ്റെ വെളിപ്പാട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി അബ്രഹാം എന്ന നമ്മുടെ പിതാവ്, വിശ്വാസത്തിൻ്റെ പിതാവ് കാത്തിരുന്ന അതേ ഫെയ്ത്തിലേക്ക് നടന്നു കയറാൻ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച പദമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പദമുണ്ട്, അബ്രഹാം അതിസമ്പന്നനായിരുന്നു. പക്ഷേ അപ്പുറത്ത് എന്നെ സന്തോഷിപ്പിച്ച പദം അബ്രഹാം സമ്പന്നതയല്ല, അബ്രഹാം വിശ്വാസത്തിൽ സമ്പന്നനായിരുന്നു. അബ്രഹാം വിശ്വാസത്തിൻ്റെ പിതാവായത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമേറിയ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ അവൻ്റെ വർദ്ധിച്ചു വന്ന വിശ്വാസത്തിൻ്റെ ബന്ധമാണ്. അതാണ് അവൻ പരീക്ഷയിൽ പതറിപ്പോകാതെ, ഈ എബ്രായ ലേഖനത്തിൽ പറയുന്നു, വിശ്വാസത്താൽ അവൻ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചിട്ട്, ഹല്ലേലൂയ, അവൻ വിശ്വാസത്താൽ ഇസഹാക്കിനെ യാഗമർപ്പിച്ചപ്പോൾ വിശ്വാസമാണ് ഒരാത്മീയന്റെ അകത്ത് കിടക്കുന്ന ഏറ്റവും പ്രധാനം. സ്തോത്രം. വിശ്വാസമില്ലെങ്കിൽ നാം പരാജയപ്പെട്ടു പോകും. വിശ്വാസമില്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് വ്യക്തമായ ഒരു പദം പറയാം. ദൈവം നിങ്ങൾക്ക് തരുന്നത് മോശമല്ല. മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ലോക്ക്ഡൗണിൽ ദൈവം നിങ്ങളെ, വിശ്വാസമുള്ളൊരു ദൈവ പൈതലെ, God will give you the best in this lockdown time. ദൈവം നിങ്ങൾക്ക് ബെസ്റ്റേ തരും. ദൈവം നിങ്ങൾക്ക് ലീസ്റ്റ് തരത്തില്ല, മോശമായത് തരത്തില്ല. എന്തിനാണെന്നറിയാമോ? ആമേൻ, ഹല്ലേലൂയ. ഈ വേഴ്സ് ആയിട്ടുള്ള, ഈ മോശമായിട്ടുള്ള ഈ ടൈമിൽ നിങ്ങൾക്ക് ബെസ്റ്റ് തരുന്നത് എന്തിനാണെന്നറിയാമോ? ഈ സമയത്ത് നിങ്ങളുടെ ശത്രുക്കൾ നോക്കിയിട്ട് പറയണം, അവൻ്റെ കൂടെ ദൈവമുണ്ട്. ഓ ജീസസ്, അവൻ്റെ കൂടെ ദൈവമുണ്ട്, അവൻ്റെ കൂടെ ദൈവമുണ്ട്, അവൻ്റെ കൂടെ ദൈവമുണ്ട്.
അവൻ്റെ കൂടെ എല്ലാ ആവശ്യത്തിനും അവനെ സഹായിക്കാൻ അവൻ്റെ അദൃശ്യനായ ദൈവം അവൻ്റെ കൂടെ ഉണ്ടെന്നുള്ള അവൻ്റെ ഉറപ്പാണ് നിന്റെ ഈ വേഴ്സ്റ്റ് ടൈമിൽ നിനക്ക് ബെസ്റ്റ് ദൈവം തരുന്നത്. സ്തോത്രം. കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും. അതെ, ലോകം മുഴുവനും ഭരണകർത്താക്കൾ വിറച്ചില്ലേ? ഭരണാധിപന്മാർ വിറച്ചില്ലേ? കൊറോണ എന്ന ഒറ്റ വൈറസ്, COVID-19, ലോകരാജ്യങ്ങൾ വിറകൊണ്ടു. പരസ്പരം മനുഷ്യൻ അടുത്തിടപഴകാൻ അവൻ പേടിക്കുന്നു. പക്ഷെ ഒരു പദം പറയാം, സ്വർഗസ്ഥനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിനക്ക് കാണത്തക്കവണ്ണം നിന്റെ ജീവിതത്തിൽ പകർന്നു തന്ന് നടത്താൻ ഈ ദൈവത്തിന് കഴിയണമെങ്കിൽ ഒന്ന്, ഒരു വിശുദ്ധ വിശ്വാസം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കണം. അല്ല പ്രിയരെ, നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ അസാധാരണക്കാരല്ലേ? നമ്മളൊരു സാധാരണ മനുഷ്യനെ പോലെ നാളെയെക്കുറിച്ച് വേവലാതിപ്പെട്ട് ജീവിക്കാൻ നമ്മൾ സാധാരണക്കാരല്ലല്ലോ, നമ്മൾ അസാധാരണക്കാരല്ലേ? അങ്ങനെ അസാധാരണക്കാരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ അകത്ത് വ്യാപരിക്കേണ്ടത് ഒരു അസാധാരണ വിശ്വാസമാണ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ലോക്ക്ഡൗണിൻ്റെ തുടക്കത്തിലാണ്, മാർച്ച് ലാസ്റ്റ് വീക്കിൽ പെട്ടെന്ന് ലോക്ക്ഡൗണായി, എല്ലാം അടഞ്ഞു. എന്തു ചെയ്യും? ആരാധനാ കാര്യങ്ങൾ, ഒത്തിരി വിഷയങ്ങൾ, ബ്രാഞ്ച് ചർച്ചുകൾ, ഒത്തിരി ഉത്തരവാദിത്തങ്ങളുടെ, നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി ഒത്തിരി ഉത്തരവാദിത്തങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ, കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് എൻ്റെ ജീവിതങ്ങളോട് പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ നിനക്ക് ഡിവൈൻ പ്രൊവിഷൻ ഒരുക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ ഈ ഓൺലൈൻ മീഡിയയിൽ കൂടി ഇത് റെക്കോർഡാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്ന് പറയാം, ഞാൻ അനുഭവിക്കുന്ന ഡിവൈൻ പ്രൊവിഷൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, അനേകരെ ആമേൻ കൈ അയച്ച് സഹായിക്കാൻ, ഹല്ലേലൂയ, ആമേൻ, അല്ലെ ബുദ്ധിമുട്ടുന്ന അനേകർക്ക് കൊടുക്കത്തക്കവണ്ണം കഴിഞ്ഞ നാളുകളെക്കാൾ അധികമായി ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ ബലപ്പെടുത്തുന്നു. കാരണം എൻ്റെ അകത്ത് എനിക്കൊരു ഉറപ്പുണ്ട്, അബ്രഹാമിൻ്റെ ദൈവം എൻ്റെ ദൈവമാ. എബ്രായലേഖനം 11-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. 27-ാം വാക്യം. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. ശ്രദ്ധിച്ചേ, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ. അപ്പൊ അതൊന്നും വായിച്ച വ്യാസനെ. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ. നോക്കി, അവൻ അദൃശ്യ ദൈവത്തെ കണ്ടു. ഇൻവിസിബിൾ ഗാഡ്, അദൃശ്യനായ ദൈവത്തെ അവൻ വിസിബിൾ റിലത്തിൽ കാണുക. ഇതല്ലേ ഫെയ്ത്ത്? ഇത് ഓപ്പറേറ്റ് ചെയ്യാനല്ലേ ഇപ്പോൾ ലോക്ക്ഡൗൺ വന്നത്? എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ മനസ്സിലാവുന്നോ? അദൃശ്യനായ ദൈവത്തെ ദൃശ്യമണ്ഡലത്തിൽ നിന്റെ കൂടെ ഉണ്ടെന്ന് വെളിപ്പെടുത്താനാണ് ഈ ലോക്ക്ഡൗൺ. ഒരാമയും പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. രാജാക്കന്മാർ ഭയപ്പെടട്ടെ, രാജ്യങ്ങൾ ഭയപ്പെടട്ടെ, നേതാക്കന്മാർ ഭയപ്പെടട്ടെ, രാഷ്ട്രീയം വിലങ്ങലിച്ച് നിൽക്കട്ടെ, സാമ്പത്തിക മാന്ദ്യം വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, പക്ഷേ അദൃശ്യനായ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, അവൻ ദൃശ്യമണ്ഡലത്തിൽ ആ ദൈവത്തെ നീ അനുഭവിക്കുമെങ്കിൽ, ആ ദൈവത്തിന്റെ മേഘം നിനക്ക് മുകളിൽ ഇറങ്ങി നിൽക്കുന്നത് നിനക്ക് തൊടുവാൻ കഴിയുമെങ്കിൽ, അല്ലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര, എൻ്റെ പ്രിയ സഹോദരി, അവൻ നഷ്ടങ്ങളുടെ പട്ടിക അവൻ ചുറ്റും നിൽക്കട്ടെ, പക്ഷെ ഉയരത്തിലേക്ക് പിടിച്ചു കയറുന്ന ഒരു വിശ്വാസത്തിന് ആഴം ഇന്ന് ഞായറാഴ്ച നിന്റെ അകത്ത് സ്ഥാപിക്കപ്പെടട്ടെ. ആമേൻ. Hallelujah. Rejoice in the Lord. ദൈവത്തിൽ സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ. പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളായിരിക്കാം, പക്ഷെ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ പെട്ടെന്ന് ഒരു ദൈവവചനം എൻ്റെ അകത്തേക്ക് കയറി വരുന്നു. ആവർത്തന പുസ്തകം
ആവർത്തന പുസ്തകത്തിലേക്ക് ഒന്ന് ഓടി വന്നാട്ട് അതിൻ്റെ 9-ാം അധ്യായം, ആവർത്തന പുസ്തകം 9-ാം അധ്യായം, അതിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ, 3 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ഇസ്രായേലെ കേൾക്ക, നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കമുള്ള അനാക്യരെന്ന ജാതിയെയും അടക്കുവാൻ പോകുന്നു. നീ അവരെ അറിയുന്നുവല്ലോ. അനാക്യരുടെ മുമ്പാകെ നിൽക്കാവുന്നവൻ ആർ എന്നിങ്ങനെയുള്ള ചൊല്ല് നീ കേട്ടിരിക്കുന്നു. അനാക്യരുടെ മുന്നിൽ നിൽക്കാവുന്നവൻ ആർ എന്നുള്ള ചൊല്ല് നീ കേട്ടിരിക്കുന്നു. ഈ പ്രശ്നങ്ങളെ ആർക്ക് തരണം ചെയ്യാൻ കഴിയും? ഇതല്ലേ നമ്മുടെ മുന്നിലെ വിഷയം. ഞാൻ വലിയ തിയോളജിക്കലി ഒന്നും സംസാരിക്കില്ല, വളരെ സിമ്പിൾ കാര്യം. ഈ ലോക്ക്ഡൗൺ, ഈ കൊറോണ, ഈ പ്രശ്നങ്ങളെ ആർക്ക് ജയിക്കാൻ കഴിയും? എങ്ങനെ ചാടിക്കടക്കാൻ കഴിയും? എങ്ങനെ ഇതിന്റെ അപ്പുറം എത്തും? എല്ലാവരും പ്രതിസന്ധിയില്ല, എല്ലാവരും പ്രശ്നത്തില. ആ ചൊല്ല് നീ കേട്ടിട്ടുണ്ട്, അനാക്യരെ ആർക്ക്? വായിച്ചാട്ട വാക്യം. അനാക്യരുടെ മുമ്പാകെ നിൽക്കുന്നവൻ ആർ എന്നിങ്ങനെയുള്ള ചൊല്ല് നീ കേട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അനാക്യ പ്രശ്നങ്ങൾ ഇതാ: കൊറോണ, ലോക്ക്ഡൗൺ, ക്വാറന്റൈൻ. വി ഹാവ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. എങ്ങനെ മൂവ് ചെയ്യും? എങ്ങനെ മുന്നോട്ട് പോകും? എങ്ങനെ ഞാൻ ഇതിനെ അതിജീവിക്കും? പക്ഷേ ഒന്ന്, നിന്നെ വിളിച്ചിറക്കിയൊരു ദൈവമില്ലേ? ഇല്ലേ? പ്രിയ സഹോദരി, നിനക്ക് തലമുറയെ തന്ന ദൈവമല്ലേ? പ്രിയ സഹോദര, നിനക്ക് ജോലി തന്ന ദൈവമല്ലേ? നിന്നെ ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ദൈവമല്ലേ? എന്നെ കേൾക്കുന്ന ഇതുവരെ ഈ ദൈവത്തെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകും, നിന്റെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകും. അത് സാധാരണ വിശ്വാസത്തിൽ എടുക്കരുത്, ഒരസാധാരണ വിശ്വാസം, ഒരസാധാരണ വിശ്വാസം. ആർക്കും നിൽക്കാൻ കഴിയാത്തതിന്റെ മുന്നിൽ നീ നിൽക്കും. നിന്റെ വഴിയിൽ ഗോലിയാത്ത് വന്ന് നിന്നാലും ആ ഗോലിയാത്തിനെ നീ ജയിക്കും. നിന്റെ മുന്നിൽ ഗോലിയാത്ത് വന്ന് നിന്നാലും, നിന്റെ മുന്നിൽ അതിഭയങ്കരമായ പ്രശ്നങ്ങൾ വന്നു നിന്നാലും നീ അതിനെ ജയിക്കും. കാരണം എന്നറിയാമോ? നീ ജയിക്കുന്നത് ദൈവത്തിൻ്റെ ഉള്ള നിന്റെ വിശ്വാസത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനത്തിൻ്റെ വിഷയമല്ല നിന്റെ വിഷയം, രാജ്യത്തിൻ്റെ വിഷയമല്ല വിഷയം. നിന്റെ വിഷയം ദൈവമാ. നിന്റെ വിഷയം പണമല്ല, നിന്റെ വിഷയം ജോലിയല്ല. നിന്റെ വിഷയം ദൈവത്തിൻ്റെ ഹൃദയം അറിയുക എന്നുള്ള, നിന്റെ വിഷയം ദൈവത്തിൻ്റെ ഹാർട്ടിനെ നീ അടുത്തറിയുക എന്നുള്ള. ദൈവം എന്തിനാണ് എന്നെ വിളിച്ചിറക്കിയതെന്ന് അറിയുക എന്നുള്ളത്. അതിന്റെ 2-ാം വാക്യം വായിച്ചത് ദൈവാസനെ. എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നു എന്ന് നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക. മതി. ദൈവം നിന്റെ മുന്നിൽ പോകുന്നുണ്ട്. ദൈവം നമ്മുടെ മുന്നിൽ പോകുന്നുണ്ടെന്നേ. ദൈവം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ചുറ്റിൽ ആരും ഇല്ലെന്നുള്ളത് നിന്റെ വിഷയമല്ല, നമ്മുടെ പ്രശ്നമല്ല. അകത്തുറപ്പുണ്ടോ? യെസ്, അകത്തുറപ്പുണ്ടോ? നമുക്ക് പലരും വിളിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും, നിരാശപ്പെട്ട്, ഭാരപ്പെട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത്, കേരളത്തിൽ മാത്രം ചെറുകിടയായ ബിസിനസ്സുകാർ, ഏറ്റവും താഴേക്കിടയുള്ള ബിസിനസ്സുകാർ, 3 ലക്ഷം ബിസിനസ്സുകാർ പൂട്ടിപ്പോകുമെന്ന് ഒരു സാമ്പത്തിക സർവേ പറയുന്നത് കേട്ടു. ഏകദേശം 3 ലക്ഷം ബിസിനസ്സോളം ഈ കൊറോണയുടെ പ്രശ്നത്താൽ, ഈ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നത്താൽ നീണ്ടുപോകും, പൂട്ടിപ്പോകുമെന്ന്. പക്ഷേ ഞാനൊരു പദം പറയാം, ക്രിസ്തുവിനുള്ള വിശ്വാസത്തിലാണ് നീ ചലിക്കുന്നത്. ദൈവം നിനക്കൊരുക്കിയിട്ടുള്ളത് ഒരിക്കലും അടയ്ക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. നീ സ്റ്റെപ്പ് വയ്ക്കുന്നത് വെള്ളത്തിലേക്കാ, ശരിയാ, നീ ഒന്നും കാണാത്തതിലേക്കാ. പത്രോസ് അങ്ങനെയല്ല സ്റ്റെപ്പ് വെച്ചത്. കർത്താവേ, നീ ആകുന്നുവെങ്കിൽ എന്നോട് വരാൻ കൽപ്പിക്കുക. കർത്താവ് പറഞ്ഞിട്ടാ നീ ഇറങ്ങിയതെങ്കിൽ ഏറ്റവും സെക്യൂർ പ്ലേസ് പടക. ആ ബോട്ടിലിരിക്കുക, ആ പടകിൽ
പത്രോസിൻ്റെ കൂടെ 11 പേരുണ്ട്. എങ്ങനെങ്കിലും മുങ്ങിയാലും ആ പലകയിലെങ്കിലും പിടിച്ച് കിടക്കാം. അപ്പോഴാ പത്രോസ് അങ്ങോട്ട് ചോദിക്കുന്ന, കർത്താവേ നീ ആകുന്നുവെങ്കിൽ എന്നോട് വരാൻ കൽപ്പിക്കുക. വെള്ളം ആകപ്പാടെ കടൽ കലങ്ങി മറിഞ്ഞ് കിടക്കുക. ഈ കലങ്ങി മറിഞ്ഞതിനകത്തോട്ട് സ്റ്റെപ്പ് വെക്കണമെങ്കിൽ അവൻ്റെ അകത്ത് കർത്താവിലുള്ള വിശ്വാസം എത്രയായിരുന്നു? അതേ പ്രിയരെ, കലങ്ങി മറിഞ്ഞു കിടക്കുന്ന പ്രശ്നത്തിനകത്തേക്ക് നീ ധൈര്യത്തോടെ കാല് വെക്ക. സകലരും മുങ്ങുമ്പോഴും നീ മുങ്ങാതെ നിന്നെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, സ്തോത്രം. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളെ, ഏറ്റവും കൂടുതൽ ദൈവിക വാഗ്ദത്തങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന എപ്പോഴാണെന്നറിയാമോ? പ്രശ്നങ്ങളുടെ നടുവിൽ. ഏറ്റവും കൂടുതൽ ദൈവിക വിടുതലുകൾ അനുഭവിക്കാൻ കഴിയുന്ന എപ്പോഴാണെന്നറിയാമോ? പ്രശ്നങ്ങളുടെ നടുവിലാണ്. സ്തോത്രം, 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 സ്തോത്രം. പ്രിയരെ, എവിടെയാണ് നമ്മൾ ദൈവസാന്നിധ്യത്തെ കൂടുതൽ അനുഭവിക്കുന്നതെന്നറിയാമോ? നീ പ്രശ്നത്തിൻ്റെ നടുവിലായിരിക്കുമ്പോൾ, നീ പ്രതികൂലത്തിൻ്റെ നടുവിലായിരിക്കുമ്പോൾ, നീ വേദനയുടെ നടുവിലായിരിക്കുമ്പോഴാണ് നീ ദൈവസാന്നിധ്യത്തെ അടുത്തറിയും. നോക്കൂ, പടക് തിരമാലകളാൽ വലഞ്ഞ് അവർ പടക് അവൻ തണ്ടുവലിച്ച് ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് യേശു കടലിന് മേൽ നടന്നവരുടെ ഒരിക്കൽ വന്നത്. ആണോ? ആണെങ്കിൽ ഒരു ദൂത് പറയാം. നീ ഏത് പ്രതിസന്ധിയിൽ വലഞ്ഞ്, നീ ക്ഷീണിച്ച്, നീ തളർന്ന് അവൻ നടക്കത്തില്ലെന്ന് നീ ചിന്തിക്കുന്നു, ഈ സമയത്ത് എൻ്റെ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നിന്റെ അടുക്കലുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഭക്തൻ എന്നോട് പറഞ്ഞൊരു ഒരു സാക്ഷ്യമുണ്ട്. പക്ഷേ എൻ്റെ വീടിൻ്റെ ഹൗസ് ഓണർ പറഞ്ഞു വീട് മാറണം. ഈ ലോക്ക്ഡൗൺ സമയത്ത് എന്നെ ചെയ്യാൻ പറ്റും? എന്നെ ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കുകയല്ല, എന്നെ പറ്റും. വീട് നോക്കി പോകാൻ പറ്റുമോ? ഇപ്പം വീട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? പോയി തിരക്കാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? പക്ഷേ ചില ദിവസങ്ങൾക്ക് മുമ്പ്, ചില 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു, പക്ഷേ അദൃശ്യനായ ദൈവം ദൃശ്യമണ്ഡലത്തിൽ എനിക്ക് വേണ്ടി ഞാൻ ലോക്ക്ഡൗൺ അല്ലാത്ത സമയത്ത് അന്വേഷിച്ചു പോയാൽ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് എനിക്കിപ്പോൾ കിട്ടി. സ്തോത്രം. ലോക്ക്ഡൗൺ അല്ലാതെ അന്വേഷിച്ചു പോയിരുന്നെങ്കിൽ ഇതിനേക്കാളും മോശമായിട്ടേ കിട്ടത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ തോന്നാ ഏറ്റവും ശ്രേഷ്ഠമായത് അത് ലോക്ക്ഡൗൺ. ഇങ്ങോട്ട് വിളിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. നീ പ്രതിസന്ധികളുടെ നടുവിൽ നീ ദൈവത്തെ അനുഭവിക്കണം, അനുഭവിക്കും. യെസ്, ഇതൊരു ദൂത. ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങൾ ദൈവത്തെ അനുഭവിക്കണം, നമ്മൾ ദൈവത്തെ അനുഭവിക്കണം. You should experience God in your personal life. നീ അത് എക്സ്പീരിയൻസ് ചെയ്യണം, നീ അത് അനുഭവിക്കണം. സ്തോത്രം. ഈ പ്രതിസന്ധി പലരും തകർന്നു തരിപ്പണമായപ്പോൾ ഈ പ്രതിസന്ധി നീ പണിയപ്പെടുക. നീ പണിയപ്പെടുക. നോക്ക്, പത്രോസ് ആ പ്രതിസന്ധിയുടെ നടുവിൽ കടലിലേക്ക് കാലെടുത്ത് വെക്കാൻ, സമുദ്രത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ. തിരമാലയില്ലായിരുന്നെങ്കിലോ, കാറ്റില്ലായിരുന്നെങ്കിലോ, പടകിന് കൊടുങ്കാറ്റ് അടിച്ചില്ലായിരുന്നെങ്കിലോ യേശു കടലിന് മേൽ നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല, ഒരാവശ്യമില്ലായിരുന്നു, ഒരു നീടുമില്ലായിരുന്നു യേശു അവിടെ പറഞ്ഞത്. പക്ഷേ ഈ തിരമാല, ഈ കൊടുങ്കാറ്റ് നിന്നെ കൊണ്ട് പോകാനാന്ന് പറയരുത്. ഇതെന്നെ കൊണ്ട് പോകത്തുള്ളൂ. ഇല്ല, നീ ഇതിനെ ജയിക്കും. കഴിഞ്ഞ നാളുകളിൽ ജയിച്ചില്ലേ? കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി ജയിച്ച ചരിത്രം ഇല്ലേ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു പദമുണ്ട്, എടാ തീ കുരുത്തതാ, നമ്മൾ വെയിലത്ത് വാടത്തില്ല. തീ കുരുത്തത. മുകളിലുള്ളത് ഒരു അപ്പനാണെങ്കിൽ മക്കളെ കൈപിടിക്കാൻ അവൻ തയ്യാറാ. സ്തോത്രം. അതിന് ഡ്യൂട്ടോണമി 7-ാം അധ്യായത്തിലേക്കൊന്ന് വരട്ടെ. അതിനെ 6-ാം വാക്യം ഒന്ന് വായിച്ച്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. സ്തോത്രം. എന്നാ വേണം? ഇതല്ലേ ഉറപ്പ്? നീ ദൈവത്തിൻ്റെ ജനമാ, നീ ദൈവത്തിൻ്റെ സ്വന്തമാ. അപ്പം
എന്നെ പോറ്റുന്നത്, നിങ്ങളെ പോറ്റുന്നത് ഈ ലോകത്തിലെ ഒരു കമ്പനി അല്ല. എന്നെയോ നിങ്ങളെയോ നടത്തുന്നത് നിത്യത വരെ എത്തുന്നിടം വരെ ഈ ഭൂമിയിൽ ആവശ്യമുള്ളത് സകലതും തന്ന് നിന്നെ നടത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഒരാമേൻ പറ. എന്തൊക്കെ ആവശ്യമുണ്ടോ ഈ മരിയാത്രയിൽ, മന്ന വേണോ ലഭിക്കും, പക്ഷി മാംസം വേണോ, ഇറച്ചി വേണോ തരും, വെള്ളം വേണോ തരും, വസ്ത്രം പഴകാതെ നോക്കും, ചൂടറിയാതിരിക്കാൻ മേഘം വേണോ തരും, ശത്രു നിന്റെ മുന്നിൽ വന്ന് വെല്ലുവിളിക്കുമ്പോൾ ജയം വേണോ തന്നിരിക്കും. ഏത് വിഷയത്തെയും ജയിക്കാൻ. സ്തോത്രം. എനിക്കൊത്തിരി ഇഷ്ടമാ ഒരു പാട്ട്, ഇത്ര നല്ലവനാം പ്രിയനെ ഇത്തരയിൽ രുചി ചറിവാൻ. അതേ പ്രിയരെ, ഇത്ര നല്ലൊരു പ്രിയനെ ഈ ധരയിൽ രുചിച്ചറിയാൻ ഇടയായതിനാൽ ഒടുവിൽ വരെ എനിക്ക് അവൻ മതി. എൻ്റെ നിത്യതയുടെ പ്രവേശനം വരെ അവൻ മതി. പലരും വഴിക്ക് വെച്ച് ഇട്ടേച്ചു പോകുമ്പോൾ, പലരും വഴിക്ക് വെച്ച് വീണ്ടും പഴയതിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ, എന്നെയും നിങ്ങളെയും വിളിച്ചത് ഊരിക്കളഞ്ഞത് എടുത്തിടാനല്ല, ഊരിക്കളഞ്ഞത് കളഞ്ഞേച്ച് പുതിയ കൃപയുടെ വസ്ത്രം, തേജസ്സിന്റെ വസ്ത്രം ധരിച്ച് തേജസ്സിന്റെ മേൽ തേജസ്സോടെ ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടാൻ, ക്രിസ്തുവിൽ അമർന്നിരിപ്പാൻ, ക്രിസ്തുവിൽ ബലപ്പെടാൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഭയപ്പെടരുത്, നിരാശപ്പെടരുത്. അവൻ നിന്നെ പ്രിയപ്പെട്ട് വിളിച്ച ആ വാക്യം ഒന്നുകൂടെ വായിച്ചെടുത്ത ദാസനെ. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന. അടുത്തത്, നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല. നിനക്ക് എന്തെങ്കിലും ഒരു പെരുപ്പം കണ്ടോണ്ടല്ല ദൈവം വിളിച്ചേ. നീ ഒന്നുമില്ല, നീ ശൂന്യനാ. നിന്റെ കുടുംബക്കാരുടെ മുന്നിൽ നീ ഏറ്റവും ത്യജിക്കപ്പെട്ടവളാ. നിനക്ക് വിദ്യാഭ്യാസമില്ല, നിനക്ക് കഴിവില്ല, നീ മിടുക്കില്ലാത്തവളാ, നീ യോഗ്യയല്ല, നീ യോഗ്യനല്ല. അതെ, നിനക്ക് പ്രസംഗിക്കാൻ അറിയില്ല, നിന്റെ പേര് പാസ്റ്റർ, നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് എല്ലാരും പറയുന്നു. ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് നിന്റെ കഴിവുകേട് കണ്ടിട്ടോ, നിന്റെ ഇല്ലായ്മ കണ്ടിട്ടോ, നിന്റെ ബലഹീനത കണ്ടിട്ടോ. ഉറപ്പോടെ പറ, അവൻ എന്നെ തെരഞ്ഞെടുത്തു. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ചെലവാ, എന്നെ അവൻ തെരഞ്ഞെടുത്തതാ. അടുത്തത്, നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കൈയാൽ പുറപ്പെടുവിച്ച്. ദൈവാസനെ അതിന്റെ 7-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട്. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല, യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. എന്തോ ഒരു പ്രിയ എന്നോട് തോന്നി. എനിക്കറിയാം ഇത് ചിലരുള്ള ദൂത, ഇത് ചിലരുടെ ദൈവത്തിന് നിന്നോട് പ്രിയമുള്ളത് കൊണ്ടാണ് നീ ഇന്നിവിടെ ആയിരിക്കുന്നത്. ദൈവത്തിന് നിന്നെ ആവശ്യമുള്ളത് കൊണ്ടാണ് നീ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനകത്ത് നീ വരത്തില്ലായിരുന്നു. നിന്റെ സകല വഴികളും അടഞ്ഞില്ലേ? എന്തിനാണെന്നറിയാവോ? നിനക്ക് വേണ്ടി ആരും അറിയാത്തൊരു പുതുവഴി തുറക്കാനാണ്. നിന്റെ സകല വാതിലുകളും നിന്റെ മുന്നിൽ അടയുമ്പോൾ, സകല നന്മകളുടെ വാഗ്ദത്തം അവൻ അടഞ്ഞു പോകുമ്പോഴും ഒരു പദം അകത്തേറ്റെടുത്തിട്ട് പറ, എനിക്ക് വേണ്ടി അവനൊരു വഴി തുറക്കും. ആർക്കും അടയ്ക്കാൻ കഴിയാത്തൊരു വഴി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തുറക്കും. അതിന് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ മോശ എങ്ങനെ നടന്നോ, പത്രോസ് എങ്ങനെ നടന്നോ, പൗലോസ് എങ്ങനെ നടന്നോ, അതുപോലൊരു വിശ്വാസം നിങ്ങളുടെ അകത്ത് നിത്യത വരെ ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ, പലരും ഇവിടെ പട്ടുപോകുമ്പോഴും നിങ്ങൾ പട്ടുപോകില്ല. നിങ്ങൾ ജയിച്ചു കയറും. നിങ്ങൾക്കൊരു ജയം നിങ്ങളുടെ മേൽ കർത്താവ് പകരും.
എൻ്റെ യേശു പരാജയപ്പെട്ടവനല്ല, അവൻ ജയിച്ചവനാ. ജയിച്ചവൻ എൻ്റെ അകത്തുണ്ടെങ്കിൽ നിത്യതയോളം എന്നെ ജയോത്സവമായി ഇവിടെ നടത്താൻ കഴിയുന്നൊരു ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. ഞാനത് എന്നിട്ടുന്നില്ല പ്രിയരെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കിടക്കുന്ന ഇന്നത്തെ ടെൻഷൻ, നിങ്ങളുടെ അകത്ത് കിടക്കുന്ന നിരാശകൾ, നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ഭാരങ്ങൾ എടുത്തു മാറ്റിയിട്ട് പറ, എൻ്റെ അകത്തൊരു അതിവിശുദ്ധ വിശ്വാസമുണ്ട്. അതൊരു സാധാരണ വിശ്വാസമല്ല, ഒരു സൂപ്പർ നാച്ചുറൽ ഫെയ്ത്താ. ഈ സൂപ്പർ നാച്ചുറൽ ഫെയ്ത്തിനാൽ ഈ കാലഘട്ടത്തിൽ മറ്റു പലർക്കും കഴിയാത്തത് എനിക്ക് കഴിയും. ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഞാൻ പുറത്തു വരുന്നത് ഒരു സാധാരണക്കാരനായി, ഒരു സാധാരണക്കാരിയായിട്ടല്ല. ഞാനൊരു അസാധാരണക്കാരനായി, ഒരു അസാധാരണക്കാരിയായി ഞാൻ പുറത്തു വരുമെന്ന് ഉറപ്പുള്ളവർ എന്നോട് കൂടി രാമൻ പറഞ്ഞാട്ടോ. അതുകൊണ്ടാണ് പാടിയത്, ഇത്ര നല്ലവനാം പ്രിയനെ ഇത്തരയിൽ രുചിച്ചറിയാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും എനിക്കവൻ മതി. അതെ പ്രിയരെ, ആയിരിപ്പിൽ ഇരുന്നുകൊണ്ട് പറ, എനിക്കെൻ്റെ യേശു മാത്രം മതി. ഹല്ലേലൂയ. ഭക്തരുടെ അകത്ത് അവൻ വ്യാപരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ പരാജയപ്പെടുത്താൻ ദൈവത്തിൻ്റെ സകലതും നിന്റെ സ്വന്തമാണെന്ന് കണ്ടുകൊണ്ട് ചലിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സകലതും നിന്റെ സ്വന്തമാ. അതുകൊണ്ടാണ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഴുതിയത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ, സ്വർഗത്തിൽ എന്തൊക്കെ ആത്മീയ അനുഗ്രഹങ്ങളുണ്ടോ അത് മൊത്തവും നിനക്ക് അവകാശപ്പെട്ടതാ. ഈ ഭൂമിയിൽ ഭൗതികമായ ഏതൊക്കെ അനുഗ്രഹങ്ങൾ നിനക്ക് വേണോ അത് നിനക്കുള്ളതാ. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി തൻ്റെ ധനത്തിനൊത്തവണ്ണം. അതേ പ്രിയരെ, കൊയറിനോട് ചേർന്ന് നമുക്കൊരു വാക്ക് ഒന്ന് പാടാം. ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയില്ല. ഇത് ഉറപ്പുള്ള ജീവിതമാ, ഇത് പരാജയപ്പെടുന്ന ജീവിതമല്ല, ഇത് ഉറപ്പുള്ള ജീവിതമാ. ഇതുപോലെ ഉറപ്പുള്ള ഒരു ജീവിതം നമുക്ക് വേറെയില്ല. എന്തുകൊണ്ടെന്നാൽ ഇതുപോലെ ഉറപ്പ് തരുന്ന ഒരു പുസ്തകവും ഒരു വിശ്വാസവും ഒരു ദൈവവും ഈ ലോകത്ത് വേറെയില്ല. പറ, that God is with me. ആ ദൈവം എൻ്റെ കൂടെയുണ്ട്. കർത്താവേ, ഈ ജനത്തെ ഞാൻ ഏൽപ്പിക്കുന്നു. ഇവരുടെ അകത്ത് പറഞ്ഞ വിശ്വാസം, മോശയുടെ അകത്ത്, അബ്രഹാമിൻ്റെ അകത്ത് ആമേൻ അങ്കുരിച്ച അതേ വിശ്വാസം ഇവരുടെ അകത്ത് ഇന്ന് പകൽക്കാലം വെളിപ്പെട്ട് വരട്ടെ. അതിനായി ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു. ആരെങ്കിലും ഇവിടെ ക്ഷീണിച്ച് ഭാരപ്പെട്ട് നിരാശപ്പെട്ടായിരിക്കുന്നെങ്കിൽ അവരുടെ നിരാശകളിൽ നിന്ന് മാറട്ടെ, അവരുടെ വേദനകളിൽ നിന്ന് മാറട്ടെ, അവരുടെ ഭാരങ്ങളിൽ നിന്ന് മാറട്ടെ. അവർ ക്രിസ്തുവിൽ ബലപ്പെട്ട് വരട്ടെ. കർത്താവ് അതിനായി സഹായിക്കുന്നതിനായി നന്ദി, ബലപ്പെടുത്തുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ചേർന്ന് ഈ പാട്ടിൻ്റെ ഈരടികൾ പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം.
തിരുവചനത്തിൽ നിന്നൊരു ഭാഗം വായിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുംവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിർവഹിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സകല സഹോദരന്മാരെയും വിശുദ്ധ വിമനത്താൽ വന്ദനം ചെയ്യുവിൻ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ പകൽക്കാലം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന നമുക്ക് കർത്താവ് നൽകി തന്നല്ലോ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മളെ കേൾപ്പിച്ച ദൈവ ശബ്ദത്തിന് മുൻപാകെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ആഴമേറിയ വിശ്വാസത്തിനുടമകളായി ആമേൻ കർത്താവ് നമ്മളെ നയിക്കട്ടെ. ആമേൻ. മോശ അദൃശ്യ ദൈവത്തെ വിശ്വാസത്താൽ കണ്ടതുപോലെ ആമേൻ അത് തൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളും അനുഗ്രഹങ്ങളും ഹല്ലേലൂയ ആമേൻ ഈ ദിവസങ്ങളിൽ നമ്മുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നൽകി തരട്ടെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് നമ്മളെ കേൾപ്പിച്ച ദൈവവചനത്തിന് മുൻപാകെ നമ്മൾ ഏൽപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ആമേൻ ഈ വിശുദ്ധ സഭായോഗത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല തിരുവചനത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ആരാധന പരിശുദ്ധാത്മാവ് നൽകി തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ആമേൻ ഈ തിരുവചനം അവരുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ അടിയുറച്ചു മുന്നേറുവാൻ, വിശ്വാസത്തിൽ ശക്തിയോടെ നിലനിൽപ്പാൻ ആവശ്യമായ ദൈവകൃപ ഓരോരുത്തരുടെ മേലും പകരണമെന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കർത്താവേ അവരുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരുവാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സഭയാ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന സകല കുടുംബങ്ങളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആത്മീകമായ, ഭൗതികമായും ഹല്ലേലൂയ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായ സകല അനുഗ്രഹങ്ങളും നന്മകളും ഓരോ കുടുംബത്തിലും കർത്താവ് പകർന്നു കൊടുത്ത് ഏറ്റവും അനുഗ്രഹത്തോടെ മുന്നേറുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവകൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളണം. ഭജന ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ അഭിഷിക്തനെ ബലപ്പെടുത്താനായി സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ ശുശ്രൂഷകളെ വീണ്ടും അനുഗ്രഹിച്ചാട്ടെ. ആമേൻ. വചനം കേട്ട എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആമേൻ. തന്ന നല്ല ആമേൻ കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സകല മാനവും മഹത്വം പുകഴ്ചയും കർത്താവിന് മാത്രം ഞങ്ങൾ തരികയാണ്. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം തമ്പുരാൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസവും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും ഇന്നു മുതൽ നേക്കും കർത്താവിൻ്റെ വരവോളം ഇരിക്കപ്പെടുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിൻ്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.